നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം. മലയാള സിനിമാ മേഖലയിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് നടൻ മോഹൻലാൽ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ വില്ലനായി എത്തി പിന്നീട് മലയാള സിനിമയുടെ നെടുംതൂണായി മാറിയ മലയാള സിനിമയുടെ മഹാനടൻ മോഹൻലാൽ ഇതിനകം സമ്മാനിച്ചത് മറ്റാരാലും പകർന്നാടാനാകാത്ത ഒട്ടനവധി സിനിമകളും കഥാപാത്രങ്ങളുമാണ്. അഭിനേതാവിന് പുറമെ പിന്നണി ഗായകനായും നിർമ്മാതാവായും മോഹൻലാൽ തിളങ്ങി. ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും ലാലേട്ടൻ സ്വന്തമാക്കി. മോഹൻലാൽ തന്റെ അഭിനയ ജീവിതത്തിൽ നിരവധി കഥാപാത്രങ്ങൾക്കായി ശ്രദ്ധേയമായ മേക്ക് ഓവറുകളും രൂപമാറ്റങ്ങളും നടത്തിയിട്ടുണ്ട്. ഒരു കഥാപാത്രത്തിന്റെ ആത്മാവിനെ ഉൾക്കൊള്ളാൻ അദ്ദേഹം നടത്തുന്ന ഈ മാറ്റങ്ങൾ പലപ്പോഴും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ലാലേട്ടൻ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ട് വൈറലായി മാറാറുണ്ട്. ഇപ്പോഴത്തെ ആരാധകരുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം താടി വടിച്ച് മീശ പിരിച്ചുള്ള ലാലേട്ടന്റെ പുത്തൻ ലുക്കാണ് സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറുന്നത്. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ലുക്ക് ചേഞ്ച് ആയിരുന്നു എല്ലാവരും ശ്രദ്ധിച്ചത്. കട്ടമീശയും പൊളി ലുക്കും എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ചിരിയായിരുന്നു മറുപടി. ഇത്ര കട്ടമീശ ലുക്കിൽ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ സിനിമ കഴിഞ്ഞിട്ട് പറയാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എല്ലാം നല്ലതായിട്ട് വരട്ടെ എന്നും തന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചത്, ഇത് എൻ്റെ സ്വന്തം സ്ഥലമാണ്, ഈ ഒരു പരിപാടി ഇവിടെ നടക്കുന്നതിൽ ഒരുപാട് സന്തോഷം എന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. കട്ട ലുക്ക് തന്നെ ക്ലീൻ ഷേവിൽ അടിപൊളി, വീണ്ടും ചെറുപ്പമായതുപോലെ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പോസിറ്റീവ് മാത്രമല്ല, ഈ ലുക്ക് പോരെന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും ചിലർ പങ്കുവച്ചിരുന്നു. താടിയുള്ളത് തന്നെയാണ് നല്ലത്, ഇത് ബോറാണ്, ലൂസിഫറിലെ ലുക്കാണ് ഇപ്പോൾ നല്ലത് എന്നായിരുന്നു ഒരാൾ പറഞ്ഞത്. ഞാൻ അഭിനയിച്ച അഗ്നിദേവൻ എന്ന ചിത്രത്തിലെ അക്ഷര നക്ഷത്രം എന്ന ഗാനത്തിലെ പോലെ ലോകത്തിന്റെ നാനാദേശത്തു നിന്നും വന്ന എഴുത്തുകാരും പ്രതിഭകളും ഒക്കെയാണ് മുന്നിൽ. ആ മഹത് സദസ്സിന് മുന്നിൽ എൻ്റെ വാക്കുകൾ പിഴക്കരുതേ എന്നാണ് ആഗ്രഹം. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് എന്താണ് അർഹത എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. 100 വർഷത്തെ മലയാള ഭാഷയിലുണ്ടായ നോവലുകളിലെ 10 കഥാപാത്രങ്ങളെ കഥയാട്ടം എന്ന പേരിൽ വേദിയിൽ അവതരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വെറുമൊരു അഭിനേതാവായ എനിക്ക് മലയാള ഭാഷ തന്ന അംഗീകാരമായാണ് ഞാൻ അതിനെ കാണുന്നത്. ഇന്നിവിടെ നിൽക്കുമ്പോൾ ആ കഥാപാത്രത്തെയും കഥാകാരന്മാരെയും ഓർക്കുന്നു. സിനിമയായിരുന്നു എൻ്റെ ആഗ്രഹമെങ്കിലും ഞങ്ങളുടെ ചുറ്റിലും കുറെ എഴുത്തുകാരും ഉണ്ടായിരുന്നു. അവരെയെല്ലാം വിദൂരത്തു നിന്നും കാണുമായിരുന്നു. അവരോടൊക്കെയുള്ള ബഹുമാനം ഇന്നും സൂക്ഷിക്കുന്നുണ്ട്. സാഹിത്യവുമായി എനിക്കുള്ള ബന്ധം തിരക്കഥകളിലൂടെയാണ്. അജ്ഞാതനായി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ സദസ്സിലിരുന്ന് കാണുക എന്നത് എനിക്ക് ആഗ്രഹമുള്ള കാര്യമാണ്. അതൊരിക്കലും നടക്കില്ല എന്ന് എനിക്കറിയാം. 4 വരി കവിത ചൊല്ലിയായിരുന്നു മോഹൻലാൽ പ്രസംഗം അവസാനിപ്പിച്ചത്. കളിയച്ചൻ എന്ന കവിതയായിരുന്നു അദ്ദേഹം ചൊല്ലിയത്. അതേസമയം താടിയില്ലാത്ത മോഹൻലാലിന്റെ ഫോട്ടോ ഏറെ കാലത്തിന് ശേഷമാണ് ആരാധകർ കാണുന്നത്. ഒടിയൻ എന്ന സിനിമയ്ക്ക് ശേഷം മോഹൻലാൽ താടി എടുത്തിട്ടില്ല. എന്നാൽ ലാലേട്ടന്റെ പുത്തൻ ലുക്ക് ചർച്ചയായപ്പോൾ മുതൽ ഉയരുന്നത് മുഖത്ത് കോസ്മെറ്റിക് സർജറി ചെയ്തത് മൂലം വന്ന മാറ്റമാണ് ഇതിന് കാരണമെന്നുമാണ് ചിലരുടെ അഭിപ്രായം. ഇപ്പോഴത്തെ നടൻ കിഷോർ സത്യ മോഹൻലാലിനെ കുറിച്ച് പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. മലയാള സിനിമയിൽ നിരന്തരമായി ഇത്രയും ബോഡി ഷെയ്മിംഗ് നേരിട്ട നടൻ വേറെ ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ് കിഷോർ. അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: അങ്ങനെ ലാലേട്ടന്റെ താടി പോയി, നമ്മളിനി എന്ത് ചെയ്യും? 5-8 കൊല്ലമായി നമ്മൾ ലാലേട്ടന്റെ താടിയെയും മുഖത്തെയും കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിട്ട്. മലയാള സിനിമയിൽ നിരന്തരമായി ഇത്രയും ബോഡി ഷെയ്മിംഗ് നേരിട്ട മറ്റൊരു നടനുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം നമ്മൾ അദ്ദേഹത്തെ പരിഹസിച്ചു. ഒടിയൻ സിനിമയ്ക്ക് വേണ്ടി സൗന്ദര്യ ശസ്ത്രക്രിയ ചെയ്തതോടുകൂടി അദ്ദേഹത്തിന്റെ അഭിനയം പൂർണ്ണമായി പോയി എന്നും മുഖത്ത് പേശികൾ അനങ്ങുന്നില്ല എന്നും അതുകൊണ്ടാണ് താടി വെക്കുന്നത് എന്ന് തുടങ്ങി എന്തെല്ലാം കോലാഹലങ്ങളാണ് നമ്മൾ വിവിധ തരം കണ്ടന്റുകളാക്കി സമൂഹ മാധ്യമങ്ങളിൽ വിതറി വിളമ്പിയത്. ഈ ഭൂമി മലയാളത്തിൽ ശ്രീ മോഹൻലാൽ മാത്രം ചെയ്ത ഒരു കാര്യമാണ് ഇതെന്നുള്ള നിലയിലാണ് ഇത്രയും കാലം നമ്മൾ ഇത് ചർച്ച ചെയ്തത്. മലയാള സിനിമയിൽ തന്നെ സൗന്ദര്യ ശസ്ത്രക്രിയകൾ ചെയ്ത നിരവധി നടീനടന്മാരുണ്ട്. അവരെ പറ്റി ഒന്നും നാം സംസാരിച്ചിട്ടില്ല. കാരണം താനൊരു സൗന്ദര്യ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന കാര്യം പരസ്യമായി പ്രഖ്യാപിച്ച ഒരേ ഒരു നടനേ ഉള്ളൂ, അത് ശ്രീ മോഹൻലാലാണ്. മറ്റുള്ളവരത് രഹസ്യമായി ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആരും അത് അറിയുന്നില്ല, അത്രമാത്രം. പിന്നെ ശ്രീ മോഹൻലാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മീശയും താടിയും പോലും സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പണം നിറയ്ക്കാനുള്ള നല്ല ടൂളാണെന്നറിയാതെ പൊതുജനങ്ങൾ ഇത് വായിച്ചും കണ്ടും കേട്ടും ചർച്ചകൾ തുടർന്നു. ബ്ലോഗർമാരുടെ പണപ്പെട്ടികളിൽ ഡോളർ നിറഞ്ഞു.
ഇത്രയും നാളും താടിക്കഥ പറഞ്ഞുകൊണ്ടിരുന്ന ഹൃദയപൂർവ്വം സിനിമ ഇറങ്ങിയപ്പോൾ താടിയില്ല, ചെറിയ കുട്ടിത്താടി ഉണ്ട്, ഫുൾ താടി വന്നിട്ട് സംസാരിക്കാം എന്നതായി ചർച്ചക്കാരുടെ വിഷയം. ഇപ്പോൾ മുഴുവൻ താടിയും എടുത്ത് തന്റെ കൊമ്പൻ മീശയും പിരിച്ച് വെച്ചുകൊണ്ട് അദ്ദേഹം ക്യാമറയ്ക്ക് മുൻപിൽ എത്തിയിരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും? കുഴപ്പമില്ല, മീശയെ പറ്റി സംസാരിക്കാം. മീശയുടെ ഒരു സൈഡിലെ ചരിവ് ഇത്ര ഡിഗ്രി കൂടിപ്പോയി, മറ്റ് സൈഡിൽ ചരിവ് ഇത്ര കുറഞ്ഞു പോയി. ഇങ്ങനെ തുടങ്ങിയ പുതിയ പുതിയ കണ്ടന്റുകളുമായി ക്രിയേറ്റേഴ്സ് വരും. അവർക്കറിയാം അവരുടെ പണപ്പെട്ടി നിറയ്ക്കാനുള്ള ഏറ്റവും വലിയ പേര് ശ്രീ മോഹൻലാൽ എന്നാണെന്ന്. ലാലേട്ടന്റെ താടി സോറി മീശ കി ജയ് എന്നായിരുന്നു കിഷോർ കുറിപ്പിൽ പറഞ്ഞത്. അതേസമയം തുടരുമെന്ന ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ ക്യാരക്ടർ ഫസ്റ്റ് ലുക്ക് പുറത്തു വന്നിരിക്കുകയാണ്. പോലീസ് യൂണിഫോമിൽ വീട്ടിലെത്തുന്ന ലുക്കിലുള്ള മോഹൻലാലിന്റെ പോസ്റ്ററാണ് പുറത്തിറക്കിയത്. TS ലൗലജൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. മനുഷ്യരൂപത്തിലുള്ള ശുദ്ധമായ സ്നേഹം എന്നാണ് കഥാപാത്രത്തെ പോസ്റ്ററിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതുവരെ പേരിടാത്ത ചിത്രത്തിന് L366 എന്നാണ് വർക്കിംഗ് ടൈറ്റിൽ നൽകിയിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ജനുവരി 23-ന് തൊടുപുഴയിൽ ആരംഭിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷം താടി പൂർണ്ണമായി എടുത്ത് കട്ടിമീശ വെച്ച് മോഹൻലാൽ എത്തുന്നു എന്നതും ചിത്രത്തിന്റെ പ്രത്യേകതയാണ്. ജനുവരി 23-ന് തന്റെ പുതിയ ലുക്ക് മോഹൻലാൽ പുറത്തുവിട്ടിരുന്നു. ഈ ലുക്ക് നിമിഷ നേരം കൊണ്ടാണ് വൈറലാവുകയും ചെയ്തിരുന്നത്. പുതിയ ലുക്കിലുള്ള മോഹൻലാലിന്റെ ഒരു വീഡിയോയും ആശീർവാദ് സിനിമാസ് പുറത്തുവിട്ടിരുന്നു. വീഡിയോയിൽ ഷേവ് ചെയ്ത മീശ മാത്രം വെച്ച ഗെറ്റപ്പിലാണ് മോഹൻലാൽ. ആശീർവാദ് സിനിമാസിന്റെ പിറന്നാളിന് കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവയ്ക്കുന്ന മോഹൻലാലിനൊപ്പം ഭാര്യ സുചിത്രയും ആന്റണി പെരുമ്പാവൂരും ഒക്കെ ഉണ്ടായിരുന്നു. ന്യൂ ലുക്കിലുള്ള മോഹൻലാലിന്റെ ആദ്യ വീഡിയോ ആയതിനാൽ ആരാധകരും ഇത് ഏറ്റെടുത്തിരുന്നു. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തൊടുപുഴയിൽ പുരോഗമിക്കുകയാണ്. മീര ജാസ്മിനാണ് നായിക. മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രതീഷ് രവിയാണ്. സംഗീതം ജേക്സ് ബിജോയ്, ഛായാഗ്രഹണം ഷാജി കുമാർ, എഡിറ്റിംഗ് വിവേക് ഹർഷൻ, ശബ്ദ സംവിധാനം വിഷ്ണു ഗോവിന്ദ്, വസ്ത്രാലങ്കാരം മഷർ ഹംസ, പ്രൊഡക്ഷൻ ഡിസൈനർ ഗോകുൽദാസ്, പ്രൊഡക്ഷൻ കൺട്രോളർ സുധർമൻ വള്ളിക്കുന്ന്, സഹസംവിധാനം ബിനു പപ്പു, മേക്കപ്പ് റോണക്സ് സേവിയർ. സെൻട്രൽ പിക്ചേഴ്സ് ആണ് ചിത്രം പ്രദർശനത്തിന് എത്തിക്കുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.